ഹായ് എവരിവൺ. നമ്മുടെ ഷാനവാസിൻ്റെ ഉപ്പ മരിച്ച സമയത്ത് എന്താണ് ഷാനവാസിന് സംഭവിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ല, ഷാനവാസ് കുറച്ച് സാഡായിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം. അതിനുശേഷം ജിൻഡോ വലിയ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ട് വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ആദില നൂറയെ പറ്റി ഒരു അപ്പൂപ്പൻ എന്ന് പറയാം, വളരെ വളരെ മോശമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഷാനവാസിന്റെ ഉപ്പ മരിച്ച സമയത്ത് എന്താണ് ഷാനവാസ് പറഞ്ഞത്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. 10ാം ക്ലാസ്സിൽ നിന്ന് ഉപ്പ മരിച്ചതിന് ശേഷം ഒരു കുടുംബനാഥന്റെ റോൾ ഏറ്റെടുക്കേണ്ടി വന്നു. എന്റെ താഴെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, പെങ്ങന്മാരുണ്ട്. അപ്പോ ഉപ്പ മരിക്കുന്ന സമയത്ത് ചെറിയ സിസ്റ്റർക്ക് 3 വയസ്സേ ഉള്ളൂ. മറ്റേത് എന്റെ നേരെ താഴെ 3 വയസ്സിന് താഴെയുള്ളതാണ്. ഞാൻ ഇവരെ എന്റെ ഉമ്മ ഈ 3 പെണ്ണുങ്ങളെയും ഞാൻ എന്റെ ഒരു കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ കൊണ്ടുനടക്കുന്ന പോലെ ഞാൻ കൊണ്ടുനടക്കുന്നത് ഈ ചെറുപ്രായമുള്ളയാണ്. എനിക്ക് ഭയങ്കര ഇതാണ് എന്റെ കുട്ടികളെ കെയർ ചെയ്യണം. ചില സമയത്ത് എന്റെ പെങ്ങന്മാർക്ക് വേണ്ടി ഞാൻ രുദ്രനായിട്ടുണ്ട്, ഇന്ദ്രനായിട്ടുണ്ട്. ഒത്തിരി പണിയുണ്ട്, കൂലിപ്പണികൾക്ക് പോയിട്ടുണ്ട്, ഒത്തിരി വയറിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട്. ആന്റിയുടെ വീട്ടില് ഓട്ടോ ഉണ്ട്. അപ്പൊ അത് വൈകുന്നേരം വരെ ഡ്രൈവർ അത് ഓടിക്കും. അപ്പൊ ഞാൻ വൈകുന്നേരം വരെ കോളേജിൽ പോകും. കോളേജിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വണ്ടി എടുക്കും. എന്നിട്ട് പുലർച്ചെ 2:30-3 മണി 4 മണി വരെ ഓടും. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഇറങ്ങിയിട്ട് പിന്നെ നോക്കൂ, ഇത് ആരാണ് പറയുന്നത്? ബിഗ് ബോസിന്റെ സെക്കൻഡ് റണ്ണറപ്പും വലിയൊരു ആക്ടറുമാണ്, സീരിയൽ ആക്ടറുമാണ് പറയുന്നത്. കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, വയറിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് ബാധ്യത കിട്ടുമ്പോൾ. സ്വന്തം ഉപ്പയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഷാനവാസിന്റെ തലക്ക് വീണപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോബ്ലമാണ് ഷാനവാസിന് വന്നത് എന്ന് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇങ്ങേരുടെ എല്ലാവരും, അതായത് ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നത്, കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് വന്നത്. പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ജിൻഡോ ഒരു വലിയൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ട് ചെറിയ രീതിയിൽ കുളമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. ഇവരുടെ സമയം നോക്കിയാണ് ഞാൻ വന്നത്. നിങ്ങളെ ക്ഷണിച്ചു ഞാൻ വന്നു. എന്റെ സമയത്തിന് മാത്രം ഇവർക്ക് എടുത്തുള്ള സാധനം കിട്ടും. നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് ഈ ഒരു സെക്ഷൻസ് അവസാനിപ്പിക്കുകയാണ്. വെൽ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. എന്റെ മൈക്ക് എന്താ ഞാൻ പറയൂ, അതാണ് കുഴപ്പം. നിങ്ങളുടെ സമയം എടുത്ത് പിടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്നേ? അല്ല, പിന്നെ ആരുടെ സമയത്തിന് വന്നേ? ഇവരുടെ സമയം നോക്കിയാണ് ഞാൻ വന്നേ. നിങ്ങളെ ക്ഷണിച്ചു ഞാൻ വന്നു. അപ്പൊ എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. നിങ്ങളുടെ സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് സമയമുണ്ട്, ഇല്ലേ? എന്താണ് ജിൻഡോ, നിന്നെ കുറേ പേര് വോട്ടിട്ട് വിജയിപ്പിച്ചതാണ്. ആ ഒരു ഓർമ്മ ജിൻഡോക്ക് വേണം. കുറച്ച് മാന്യമായി നടന്നാൽ ജിൻഡോക്ക് കൊള്ളാം. അതായത് നമുക്ക് നിനക്ക് വോട്ട്, ഞാൻ പേഴ്സണലി ജിൻഡോക്കാണ് കഴിഞ്ഞ സീസണിൽ വോട്ടിട്ടത്. അങ്ങനെ വോട്ട് കൊടുത്തിട്ട് ഞാൻ കുടുങ്ങിയെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. കുറച്ച് ഒന്നെങ്കിലും ഒന്നും സംസാരിക്കേണ്ട, സൈഡായി നിൽക്കുക. എന്തിനാണ് സ്റ്റേജ് പ്രോഗ്രാമിൽ പോകുന്നത്? സംസാരിക്കാൻ അറിയുന്നില്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ പോകാൻ പാടില്ല ജിൻഡോ. ഓക്കെ, ഒരു അപ്പൂപ്പൻ ഈ പറയുന്ന ആദില നൂറയെ വളരെ വളരെ മോശമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ബിഗ് ബോസ് എന്ന ചളി പ്രോഗ്രാമും ഈ പ്രോഗ്രാം കൊണ്ട് സമൂഹത്തിന് എന്ത് നന്മയാണ് ഉണ്ടാകുന്നത്? അതിനകത്താണെങ്കിൽ ആദില നൂറ എന്ന 2 പെൺകുട്ടികൾ. സാധാരണയായി ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിലൊക്കെ പ്രസിദ്ധിയായവരെയൊക്കെയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ കൊണ്ടുവരുന്നത്. ഈ ആദില നൂറ എന്ന പെൺകുട്ടികൾ ഏത് മേഖലയിലാണ് ഇവർ പ്രശംസരായത്? ഈ 2 പെൺകുട്ടികളും ഗൾഫിലായിരുന്ന കാലത്ത് അവർ ഒരുമിച്ച് പഠിക്കുകയും അവർ നല്ല സുഹൃത്തുക്കളായിരിക്കുകയും ചെയ്തു. അതിനുശേഷം എന്തോ ഇവരുടെ വീട്ടുകാർ തമ്മിൽ എതിർത്തപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ കുട്ടികൾ നാടുവിട്ട് ഇന്ത്യയിലേക്ക് വന്ന് കോടതി അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചു. ഇതിൽ കൂടുതൽ ഇവർക്ക് എന്താണ് ഉള്ളത്? പല യൂട്യൂബർമാരും നടന്ന് ചെറിയ കുട്ടികളോട് ചോദിക്കുന്നു ഇവരുടെ ജീവിത രീതി എന്താണെന്നും ഇവരെങ്ങനെയാണ് ജീവിക്കണതെന്നും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്നും ഒക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നതെന്നും ഇവരുടെ രീതികൾ എന്താണെന്നും ഒക്കെ അറിയുവാനാണ് ഈ കുട്ടികൾക്കെല്ലാം വളരെ താല്പര്യമുള്ളത്. സമൂഹത്തിലേക്ക് ദുഷിച്ച പ്രവണതകളെ പരത്തി വിടുന്നതാണോ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ ചെയ്യേണ്ടത്? ഇവരെ കണ്ട് കുറെ കുട്ടികൾക്ക് ഇവരെ പോലെ ആവണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താവും? വിദേശ രാജ്യങ്ങളെല്ലാം ഇത്തരം രീതികളൊക്കെ നിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു. ട്രാൻസ്ജെൻഡർമാരെ കൊണ്ടും ഇതുപോലുള്ള പെൺകുട്ടികളെ കൊണ്ടുമൊക്കെ കേരളം നിറഞ്ഞു തുടങ്ങി. മഹാനടനെന്ന പേരുള്ള ഇദ്ദേഹം തരം താഴ്ന്ന ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് അവരൊക്കെ ഡാൻസ് കളിച്ചും കാണിച്ചും അപരാധങ്ങൾ പറഞ്ഞും ഒക്കെയാണോ പ്രതികരിക്കേണ്ടത്? ഈ പ്രോഗ്രാമൊക്കെ കേരളത്തിൽ നിന്നും അടിച്ചു ഓടിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. യുവാക്കളെയൊക്കെ വഴിതെറ്റിക്കുന്ന പ്രോഗ്രാമാണ്. ഇതൊക്കെ അവസാനിപ്പിക്കുക. എൻ്റെ പൊന്നാലപ്പൂപ്പ ഒരു കാര്യം പറയുകയാണ്, ഇന്ത്യ രാജ്യമാണ്. നിങ്ങളുടെ ഈ വീഡിയോ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതായത് ഞാനൊരു അപ്പൂപ്പൻ പറയുന്ന രീതി, അതായത് ഈ സൊസൈറ്റി നിയമം അനുസരിച്ച് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണോ നീങ്ങുന്നത് അതാണ് അപ്പൂപ്പൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ വിമർശിക്കുന്നത് തെറ്റെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം.
ഇവിടെ എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന ഒരു അവകാശമുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ ആദില നൂറ വിമർശിക്കുന്നത് ആദില നൂറയുടെ ജീവിതം തെറ്റാണ്. ഞാനും പേഴ്സണലി അതിന് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം പറഞ്ഞത് കുറച്ച് ഓവറായി എന്ന് മാത്രം ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, എന്താണ് അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിഗ് ബോസിനെ മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടി നമ്മളൊന്ന് കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ തോന്നും കാണണമെന്ന്, ചിലപ്പോൾ തോന്നും കാണണ്ടാന്ന്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ്. എന്തുകൊണ്ട് കാണണില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ്, ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ. ദിവസങ്ങൾ കഴിയരുത് ദിവസം ആ ഒരു ശരിയാണ് അനീഷ് പറയുന്നത്. അതായത് ഒരു 100 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി മുംബൈ നിന്നൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കതായത് പെട്ടെന്ന് ഇപ്പോൾ നാട്ടിൽ നിന്നൊരു 30 ദിവസം നാട്ടിൽ നിന്നിട്ട് റിട്ടേൺ മുംബൈക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. അത് തന്നെയാണ് അനീഷിന് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഏതായാലും പൊന്നുപ്രേക്ഷകരെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറേ പേര് ഞാൻ കള്ള വാർത്ത കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ മറിച്ചത് വാർത്ത അവരുടെ ഇഷ്ടമാണ്. ഞാൻ കൊടുക്കുന്ന വാർത്തയിൽ സത്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് എന്നെ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് അറിയാം. ഓക്കെ, ഒരു വീഡിയോ തെറ്റ് പറ്റിയിട്ടില്ല എന്നും പറഞ്ഞാൽ ഒരാൾ കള്ള വാർത്ത അയച്ചു തന്ന് ഞാനത് വീഡിയോ ചെയ്തു. അതിനുശേഷം ഞാൻ കൊടുക്കുന്ന എല്ലാ വാർത്തയും കള്ള വാർത്ത എന്ന് പറയുന്നവർ പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്ത് നോക്കിയാൽ